UDF-ൽ ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റിൽ ചർച്ചകൾ സജീവമാക്കി മുസ്ലിം ലീഗ്. ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയെ രാജ്യസഭയിലേക്ക് പരിഗണിക്കണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ രാജ്യസഭ വഴി കേന്ദ്രമന്ത്രിസഭയിലെത്താമെന്നാണ് പ്രതീക്ഷ. രാജ്യസഭാ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ സാദിഖ് അലി തങ്ങളെ ചുമതലപ്പെടുത്തിയതായി PMA സലാം പറഞ്ഞു. UDF-ൽ ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റ് ലീഗിനുള്ളതാണ്. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ലീഗിനുള്ളിൽ ചർച്ചകൾ സജീവം. സീറ്റ് സംബന്ധിച്ച തീരുമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാകുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി പ്രഖ്യാപിച്ചിരുന്നു. ജൂൺ 4-ന് തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാണെങ്കിൽ നിലവിലെ ചർച്ചകൾ മാറും. കേന്ദ്രമന്ത്രിസഭയിൽ ഇടം ഉറപ്പിക്കാനായാൽ രാജ്യസഭയിലേക്ക് കുഞ്ഞാലിക്കുട്ടിയെ പരിഗണിക്കണമെന്നാണ് ലീഗിൽ ഉയർന്നുവരുന്ന ചർച്ച. തീരുമാനമെടുക്കാൻ സാദിഖ് അലി ശിഹാബ് തങ്ങളെ ചുമതലപ്പെടുത്തി. അതൊക്കെ പാർട്ടി അതിൻ്റെ സമയത്ത് തീരുമാനിക്കും. ബഹുമാനപ്പെട്ട തങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തങ്ങൾ മുതിർന്ന നേതാക്കന്മാരുമായൊക്കെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. പൊന്നാനിയിലും മലപ്പുറത്തും ജയിച്ചാൽ കേന്ദ്രമന്ത്രിസഭയിലേക്ക് മൂന്നാമതൊരാളെ പരിഗണിക്കുന്ന കാര്യത്തിൽ പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ മുതിർന്ന നേതാവ് ET മുഹമ്മദ് ബഷീർ പാർട്ടിയിലെ തീവ്ര നിലപാടുകാരനായതിനാൽ പാർട്ടിയിലും പുറത്തും സ്വീകാര്യനായ കുഞ്ഞാലിക്കുട്ടിയെ പരിഗണിക്കണമെന്നാണ് കുഞ്ഞാലിക്കുട്ടി അനുകൂലിക്കുന്നവരുടെ വാദം. ഇതിനായി കോൺഗ്രസിൽ മുതിർന്ന നേതാക്കളുടെ പിന്തുണ ഉറപ്പിക്കാനുള്ള ശ്രമവും തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ജൂൺ 4-ന് ശേഷം തുറന്ന ചർച്ച മതിയെന്നാണ് തീരുമാനം. PMA സലാമും MK മുനീറും പരിഗണനാ പട്ടികയിലുണ്ടായിരുന്നു. ഇന്ത്യ മുന്നണിയുടെ സാധ്യത മങ്ങിയാൽ PMA സലാമിനെ കുഞ്ഞാലിക്കുട്ടി പിന്തുണയ്ക്കാനാണ് സാധ്യത. റിപ്പോർട്ടർ, കോഴിക്കോട്.